പ്രൈസ് ദ ലോർഡ്. കർത്താവിൽ എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതെ, നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഇതുവരെയും വിശ്വസ്തയോടെ കർത്താവ് നമ്മെ കാക്കുന്നു, സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, നമ്മെ വഴി നടത്തുന്നു. അതെ, മനുഷ്യരാകുന്ന നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി പല ഇഷ്ടങ്ങളുണ്ട്. എന്നാൽ നാം ഏതിനു വേണ്ടിയാണ് അധികമായി നാം ഇഷ്ടപ്പെടുന്നത്? ഏത് കാര്യത്തിന് വേണ്ടിയാണ് നാം അധികമായി സ്തോത്രം കൊതിക്കുന്നത്? അതെ, കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു. ഇനി അധികം നാളുകൾ നമ്മുടെ മുൻപിലില്ല, അധികം മണിക്കൂറുകളില്ല. കർത്താവിൻ്റെ വരവ് ഏത് സമയത്തുമാകാം. യേശു കർത്താവ് വാതിൽക്കൽ നിൽക്കുന്നു. സ്തോത്രം. മണവാട്ടിയായ ദൈവസഭ ഏത് സമയത്തും ഇവിടെ നിന്ന് എടുക്കപ്പെടാം. പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ ഈ കാലഘട്ടത്തിൽ ദൈവമക്കളായ നാം ഓരോരുത്തരും അധികം ഇഷ്ടപ്പെടേണ്ടതും അധികം ആഗ്രഹിക്കേണ്ടതും നമ്മുടെ യേശു കർത്താവിനെയാണ്. അതെ, യേശു കർത്താവിനെ നാം അധികമായി ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിശ്ചയമായി ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങൾ, ഉയർച്ചകൾ, നന്മകൾ, അതിലൊക്കെ കാലം ഉപരി യേശു കർത്താവിൻ്റെ ആഗമനത്തെ അല്ലെങ്കിൽ മടങ്ങി വരവിനായി നമുക്ക് പ്രത്യാശിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടി വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ, പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് കർത്താവിനോട് കൂടി വസിക്കുവാൻ അധികം ഇഷ്ടപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നാം മനുഷ്യരോട് കൂടെ വസിക്കും പോലെയല്ല കർത്താവിനോട് കൂടെ നാം വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് കൂടി നാം നിത്യതയിൽ വസിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെ രോഗമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, മുറവിളിയില്ല, കള്ളന്മാരില്ല, കവർച്ചക്കാരില്ല, അവിടെ രാത്രിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ കർത്താവിനോട് കൂടെ വസിക്കുവാൻ? എന്നാൽ ശരീരം വിട്ടാലേ നമുക്ക് കർത്താവിനോട് കൂടെ വസിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഈ ഭൂമിയിൽ നാം ശരീരത്തിലിരിക്കുമ്പോൾ നമ്മെക്കൊണ്ട് ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകളും നമ്മെക്കൊണ്ട് ചെയ്തെടുക്കേണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തികളും കർത്താവ് നിശ്ചയമായി ചെയ്തെടുക്കും. അതിനു മുന്നായി നമുക്ക് യാതൊരു ദോഷവും ഭവിക്കുകയില്ല. ആയതിനാൽ ആ ഉറപ്പോടുകൂടെ ആമേൻ സ്തോത്രം, മറ്റെല്ലാത്തിനേക്കാളും ഉപരി നമുക്ക് ആ കർത്താവിനോട് കൂടെ ഹല്ലേലൂയ വസിക്കേണ്ടതിനാൽ നമുക്ക് അധികം ഇഷ്ടപ്പെടാം. അങ്ങനെയാണെങ്കിൽ നാം ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ 9-ാം വചനം: അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അതെ, ഇന്ന് പലരും അഭിമാനിക്കുന്നത് എന്തിലാണ്? മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിലാണ്. കാരണം മനുഷ്യരെ പ്രസാദിപ്പിക്കുമ്പോൾ മനുഷ്യരോട് ചില അഭിമാനങ്ങൾ നമുക്ക് ലഭിക്കുന്നു, ചില മാനങ്ങൾ ലഭിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, സ്തോത്രം. അത് ശരിയാണ്. എന്നാൽ ഹല്ലേലൂയ, നമുക്ക് കർത്താവിനോട് കൂടെ വസിക്കുവാൻ നാം അധികം ഇഷ്ടപ്പെടുന്നു എങ്കിൽ നിശ്ചയമായി നാം ശരീരത്തിൽ വസിക്കുമ്പോഴും നാം കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കും. ഈ നാളുകളിൽ എത്ര പേർക്ക് അങ്ങനെ അഭിമാനം കൊള്ളുവാൻ താല്പര്യമുണ്ട്? എന്നാൽ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ, അഭിമാനിക്കുവാൻ നാം കൊതിക്കുമ്പോൾ മറുഭാഗത്ത് ചില സ്ഥലങ്ങളിൽ നാം നിന്നാപാത്രമായി തീരേണ്ടതുണ്ട്, ചില സ്ഥലങ്ങളിൽ നാം അപമാനം ഏൽക്കേണ്ടതുണ്ട്. എന്നാൽ അവിടെയും നാം ദൈവത്തിനെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയ. ആമേൻ. നിശ്ചയമായി ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത് വായിക്കുന്നു: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. സ്തോത്രം. ആരെന്ന വ്യത്യാസമില്ല, കർത്താവിന് മുഖപക്ഷമില്ല. നാം എല്ലാവരും ന്യായാസനത്തിന് മുൻപിൽ നിൽക്കേണ്ടുന്നവരാകിയാൽ ഈ നാളുകളിൽ നാം ശരീരത്തിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ, ശരീരം വിട്ട് യേശു കർത്താവിനോടുകൂടെ ആമേൻ സ്തോത്രം വസിക്കുവാൻ നമുക്ക് അധികം ഇഷ്ടപ്പെടാം. പ്രിയമുള്ളവരെ, അങ്ങനെ നാം കൊതിക്കുമ്പോൾ, അങ്ങനെ നാം ഇഷ്ടപ്പെടുമ്പോൾ കർത്താവ് നമ്മിൽ അധികമായി പ്രസാദിക്കും.
സാധിക്കും. അങ്ങനെ നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ, അഭിമാനം കൊള്ളുവാൻ ഇടയായിത്തീരും. അങ്ങനെ ആയിരിക്കുമ്പോൾ നിശ്ചയമായി ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായുള്ളത് അതത് സമയത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കർത്താവ് നൽകുവാൻ വിശ്വസ്തനായ കർത്താവാണ്. ആയതിനാൽ മുൻ സ്ഥാനം ആദ്യം നാം ദൈവത്തിന് കൊടുക്കുക. നിശ്ചയമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഏത് നാളുകളിൽ എല്ലാറ്റിലും കലുപരി അധികമായി കർത്താവിനോട് വസിക്കുവാൻ നമുക്ക് ഇഷ്ടപ്പെടാം. കർത്താവ് നമ്മുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുക തന്നെ ചെയ്യും. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ കർത്താവ് സാധിപ്പിക്കും. അതേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥ കർത്താവെ, അങ്ങയോടുകൂടെ വസിക്കുവാൻ ഞങ്ങൾ അധികമായി ഇഷ്ടപ്പെടുന്ന കർത്താവെ, അതേ സ്തോത്ര പ്രവാചകൻ മുഖാന്തരം അങ്ങ് അരുളി ചെയ്തു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയമോ എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു. അങ്ങനെയല്ല അപ്പ, അധരം കൊണ്ട് ബഹുമാനിക്കുന്നത് പോലെ തന്നെ ഹൃദയം കൊണ്ടും പറ്റിച്ചേർന്നിരിക്കുവാൻ, അങ്ങേക്കായി അധികമായി ഇഷ്ടപ്പെടുന്നവരായി മാറുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് പ്രസാദമാകുമെന്ന് ജീവിച്ച അങ്ങയെ പ്രസാദിപ്പിച്ചുകൊണ്ട് കർത്താവ് അതിൽ അഭിമാനം കൊള്ളുന്നവരായി മാറുവാൻ സഹായിക്കണമേ. ഈ നാളുകൾ കർത്താവ് അപ്പാ സ്തോത്രം, ഞങ്ങളുടെയും ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് ജയത്തോടെ നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ സ്തോത്രം, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് വചനങ്ങൾ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.